എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ശബ്ദസ്വരങ്ങൾ ഒന്നും രണ്ടും കാലങ്ങൾ നമ്മൾ താളമടിച്ച് സ്വരം പാടിയിട്ട് അതിനെ നമ്മൾ എങ്ങനെയാണ് ത്രോട്ട് എക്സർസൈസ് നമ്മൾ സാധകം ചെയ്യേണ്ടതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഒന്നും രണ്ടും കാലങ്ങൾ, ഒന്നും രണ്ടും കാലങ്ങൾ. ഒന്നാം കാലം അതിൻ്റെ അകാര, ഇകാര, ഉകാര, യകാര, ഒകാര, മകാരങ്ങൾ നമ്മൾ പാടി. പിന്നെ രണ്ടാം കാലം സ ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ ആ ആ അതിൻ്റെ അകാര, ഇകാര, മകാരങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പാടി. ഇന്ന് നമ്മൾ പറയുന്നത്, അപ്പോൾ ഒന്നും രണ്ടും കാലങ്ങൾ നിങ്ങളത് പഠിക്കുന്നവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പറയുന്നത്, ഈ ക്ലാസ്സിൽ പറയുന്നത് അതിൻ്റെ മൂന്നും നാലും കാലങ്ങൾ, പ്രത്യേകിച്ച് നാലാം കാലം അത് കുറച്ച് നമ്മൾ ഒന്നും രണ്ടും മൂന്നും കാലങ്ങൾ നല്ല വൃത്തിയായിട്ട് പ്രാക്ടീസ്, താളമടിച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ നാലാം കാലം നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ത്രോട്ടിൽ വരുള്ളൂ. ആ സ്വരസ്ഥാനങ്ങൾ കറക്റ്റായിരിക്കണം. നമ്മൾ വെറുതെ അത് പാടിയേ പോരാ, ആ പാടുന്ന എന്താണോ സ്വരങ്ങൾ, ആ സ്വരങ്ങളെ അതുപോലെ തന്നെ അകാര, ഇകാര, മകാരങ്ങളായിട്ട് നമുക്ക് പാടാൻ സാധിക്കണം. അതിന് നമ്മൾ ആദ്യം പാടുന്ന സപ്തസ്വരങ്ങൾ നമുക്ക് ആ സ്വരസ്ഥാനങ്ങൾ തറമാവണം. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നും രണ്ടും കാലങ്ങൾ മാത്രം പാടിയത്. ഇന്ന് നമ്മൾ പാടുന്നത് മൂന്നും നാലും കാലങ്ങളാണ്. അറിയാം, നിങ്ങൾക്കറിയാം മൂന്നാം കാലം എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ കണക്ക്. ആദ്യ താളം അടിച്ചിട്ട് സപ്തസ്വരങ്ങളെ ഒരു താളാക്ഷരത്തിൽ അല്ലെങ്കിൽ ഒരു ബീറ്റിൽ 4 നോട്ട് വെച്ച് പാടുന്ന മെത്തേഡാണ് മൂന്നാം കാലം. ഒരടിക്ക് 4 സ്വരം, 1 beat 4 notes. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. സരി ഗ മ ഉണ്ടോ, 4 സ്വരം. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. മൂന്നാം കാലം ഒരടിക്ക് സരിഗമ 4 അക്ഷരം, 4 സ്വരം, 1 2 3 4. അപ്പൊ നമുക്ക് അതൊന്ന് ആദ്യം സ്വരം പാടിയിട്ട് അതിൻ്റെ അകാര, ഇകാര, മകാരങ്ങൾ എങ്ങനെ പാടുക എന്ന് നോക്കാം. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. അതിൻ്റെ അകാരം ആ ആ ആ ആ അത്
5 ടൈംസ് പാടുക, അകാരം 5 ടൈംസ്, പിന്നെ ഇകാരം 5 ടൈംസ്. സ്വരവും അതുപോലെ 5 ടൈംസ് പാടിയിട്ട് വേണം അതിന്റെ അകാര ഇകാരം മകാരങ്ങളിലേക്ക് വരാൻ. പിന്നെ ഉകാരം അത് 5 ടൈംസ് പാടുക. അതിനുശേഷം ആ ഇ ഉ എ ടൈംസ്. അതിനുശേഷം ഒകാരം ഓ ഓ ഓ അത് കഴിഞ്ഞാൽ മകാരം മകാരം. അപ്പൊ ഇതും ഈ മൂന്നാം കാലം ഈ പറഞ്ഞ പോലെ എല്ലാ അകാര ഇകാര മകാരാദികളും നല്ലപോലെ മിനിമം ഒരു 5 തവണ വീതമെങ്കിലും നിങ്ങൾ പാടണം. അതിന് നമ്മളൊരു മടിയും കാണിക്കരുത്. താല്പര്യമുള്ളവർ, പഠിക്കാൻ താല്പര്യമുള്ളവർ ഇത് കൃത്യമായി നിങ്ങൾ ഇതിങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി ഡെയിലി ചിലവഴിക്കണം. അല്ലാതെ യാതൊരു ഗുണമുണ്ടാവില്ല. നമ്മൾ വെറുതെ കാര്യങ്ങൾ മനസ്സിലാക്കണം, വെറുതെ കേൾക്കാമെന്ന് മാത്രം. പക്ഷെ നിങ്ങൾക്ക് ഒരു ക്ലാസ് ആയിട്ട് അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൃത്യമായ ഒരു പാറ്റേണിലാണ് നമ്മുടെ ക്ലാസ് എടുത്ത് പോകുന്നത്. ഒരു പക്കാ ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്കൊരു പുറത്തൊരു നല്ലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഗുണങ്ങളും അതിൻ്റെ എല്ലാ സാധ്യതകളും നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാം കാലം പറഞ്ഞു. ഒരടിക്ക് 4 സ്വരം. 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം വരെ നമ്മൾ പാടി. അടുത്തതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് 4-ാം കാലം. അത് ഏറ്റവും സ്പീഡിൽ പോകേണ്ടതാണ്. അപ്പൊ നമ്മൾ 1ഉം 2ഉം കാലം 3ഉം കാലങ്ങൾ നമ്മൾ കൃത്യമാണെങ്കിൽ മാത്രമാണ് നമ്മൾ 4-ാം കാലം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്കത് പിന്നീട് അബദ്ധമായിട്ട് വരും. കാരണം നമ്മൾ തെറ്റായിട്ട് നമ്മുടെ ത്രോട്ടിൽ ഈ നോട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് 1ഉം 2ഉം 3ഉം കാലങ്ങൾ പക്കയായിട്ട് നിങ്ങൾ പാടി തറവാക്കുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം മാത്രം 4-ാം കാലത്തിലേക്ക് പോവുക. അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. 4-ാം കാലം നമുക്കറിയാം, ഒരടിക്ക് താളത്തിന്റെ ഒരു താളാക്ഷരത്തിൽ 8 സ്വരങ്ങൾ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ധി സ സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ധി സ സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ധി സ സരി ഗ മ പ ധ നി സ സനി ധ പ മ ഗ ധി സ സരി ഗ മ പ ധ നി സ 8 സ്വരം, സനി ധ പ മ ഗ ധി സ 8 സ്വരം. അങ്ങനെ 8 സ്വരങ്ങളായിട്ടാണ് വരിക. അപ്പൊ എന്താണ്? ഓട്ടോമാറ്റിക്കലി 1-ാം കാലത്തിന്റെ ഇരട്ടിയാണ് 2-ാം കാലം, 2-ാം കാലത്തിന്റെ ഇരട്ടി സ്പീഡാണ് 3-ാം കാലം, 3-ാം കാലത്തിന്റെ ഇരട്ടി സ്പീഡാണ് 4-ാം കാലം. കാരണം അതാണ്
ഒന്നാം കാലം ഒരു സ്വരം, രണ്ടാം കാലം ഒരടിക്ക് 2 സ്വരം, മൂന്നാം കാലം ഒരടിക്ക് 4 സ്വരം, നാലാം കാലം ഒരടിക്ക് 8 സ്വരം. അങ്ങനെ ഇരട്ടി അങ്ങനെ ഡബിളായിട്ടാണ് വരിക. അപ്പൊ നമ്മൾ സരി ഗ മ പ ധ നി സ 3, സരി ഗ മ പ ധ നി സ എന്ന് വരും. അപ്പം അതിന് നമ്മൾ പാടാൻ എളുപ്പമായിരിക്കും ഒരു പക്ഷെ നമുക്ക് അകാരമായിട്ട് അത് കൃത്യമായിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം പാടുന്നവരാണെങ്കിൽ പോലും അത് കൃത്യമായി വന്നോണമെന്നില്ല. കുറേ തവണ കേട്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ട് തന്നെ അത് നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് പാടുക എന്ന് നോക്കാം. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ധി സ, സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ധി സ, സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ധി സ, സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ധി സ. അതിന്റെ ആകാരം ആ ആ ഒന്നുകൂടി പാടാം. അടുത്തത് ഇകാരം. ഈ അടുത്തത് ഉകാരം. അത് മിനിമം ഒരു 5 ടൈംസ് എല്ലാം പാടുക, ഒരു 5 പ്രാവശ്യം വീതം എല്ലാം ഓരോന്നും. അടുത്ത യകാരം. അടുത്തത് ഒകാരം. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ധി സ. ഇടയ്ക്കിടയ്ക്ക് സ്വരം ഒന്ന് പാടുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ ആ സ്വരത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്കൊന്നൊരു ബോധ്യം വരികയും ചെയ്യും. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ധി സ, സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ധി സ, സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ധി സ, സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ധി സ. ഓ അതൊരു മിനിമം 5 ടൈംസ് പാടുക. അതിനുശേഷം മകാരത്തിലേക്ക് വരിക. ഓരോ കാര്യങ്ങൾ പാടുമ്പോഴും അതിന്റെ സ്വരം 1-2 തവണയെങ്കിലും ഇത് പാടുന്നത് കുറച്ചുകൂടെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം സ്വരസ്ഥാനങ്ങൾ തെറ്റാതെ പാടാൻ. അപ്പൊ ആദ്യം സ്വരങ്ങൾ 2 പ്രാവശ്യം പാടുക, അകാരം പാടുക, വീണ്ടും സ്വരങ്ങൾ 2 പ്രാവശ്യം പാടുക, ഇകാരം പാടുക, സ്വരങ്ങൾ 2 പ്രാവശ്യം പാടുക, ഉകാരം പാടുക, സ്വരങ്ങൾ 2 പ്രാവശ്യം പാടുക, യകാരം പാടുക, സ്വരങ്ങൾ 2 തവണ പാടുക, ഒകാരം പാടുക, സ്വരങ്ങൾ 2 തവണ പാടുക, മകാരം പാടുക. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ധി സ, സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ധി സ, സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ധി സ, സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ ധി സ. അത് 2 തവണ പാടുക. അത് കഴിഞ്ഞാൽ
ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, 1-ാം കാലവും 2-ാം കാലവും 3-ാം കാലവും നല്ലതുപോലെ പാടി തറവായിട്ട് മാത്രമേ 4-ാം കാലം നിങ്ങൾ ട്രൈ ചെയ്യാൻ പാടുള്ളൂ, ശ്രമിക്കാൻ പാടുള്ളൂ. കാരണം തെറ്റ് പഠിക്കരുത്. ഇത് നമ്മുടെ ത്രോട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള, നമ്മുടെ ത്രോട്ട് നല്ലപോലെ ഒന്ന് വർക്ക് ചെയ്യാൻ, നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ കൺട്രോളിൽ ത്രോട്ട് കൊണ്ടുവരാനും ത്രോട്ടിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും. അവർ പാടുന്ന സമയത്ത് ത്രോട്ട് ഫ്രീ ആയിട്ട് അങ്ങനെ പാടണം, അങ്ങനെ പിടിച്ചു പാടരുത്. ത്രോട്ട് ഫ്രീ ആക്കി പാടുക. ത്രോട്ട് നല്ലപോലെ ഇങ്ങനെ വർക്ക് ചെയ്യണം, നല്ലപോലെ ഇളകണം. അങ്ങനെ പാടരുത്. ത്രോട്ട് നല്ലപോലെ ഫ്ലെക്സിബിൾ ആയിട്ട് ഫ്രീ ആയിട്ട് ത്രോട്ടിനെ നല്ലപോലെ ഇളക്കി ത്രോട്ട് നല്ലപോലെ ഉപയോഗിച്ച് ത്രോട്ട് നിറച്ചു പാടുക. അങ്ങനെ നല്ലപോലെ ഫ്ലെക്സിബിൾ ആയിട്ട് പാടുക. അപ്പോഴേ നമുക്ക് ഏത് തരം പാട്ടാണെങ്കിലും, കീർത്തനമാണെങ്കിലും, ഒരു ഫിലിം സോങ് ആണെങ്കിലും, ഒരു ലൈറ്റ് മ്യൂസിക് ആണെങ്കിലും, ഒരു ഗസലാണെങ്കിലും, എങ്ങനെയാണെങ്കിലും എന്ത് തരം പാട്ടുകൾ നമുക്ക് പാടണമെങ്കിൽ നമ്മളൊരിക്കലും ആ ഒരു ഭയങ്കര ഇങ്ങനെ ഹാർഡായിട്ട് പ്രാക്ടീസ് ചെയ്യരുത്. കുറച്ചുകൂടെ നമ്മൾ ഒരുപാട് ത്രോട്ടൊക്കെ നല്ലപോലെ ഇളക്കി കുറച്ച് ശബ്ദം വോയിസൊക്കെ അങ്ങനെ പാടരുത്. അത് അപകടമാണ്. നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ ത്രോട്ടിനെ ഇങ്ങനെ പിടിച്ച് പാടിക്കഴിഞ്ഞാൽ പിന്നെ ക്ലാസിക്കൽ മെത്തേഡിലുള്ള സോങ്സ് മാത്രമേ പാടാൻ പറ്റുള്ളൂ. അതാണ് നിങ്ങൾ നോക്കിയാൽ അറിയാം, ചില ക്ലാസിക്കൽ സിംഗേഴ്സ് നമ്മൾ ഈ മെലഡി സിനിമ പാട്ടൊക്കെ പാടുന്ന കേട്ടാൽ അതിനകത്തൊരു ക്ലാസിക്കലിൻ്റെ ഒരു ടച്ച് വരും. അതിൻ്റെ കാരണം അവർ പക്കാ ക്ലാസിക്കൽ ലെവലിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അവരുടെ ത്രോട്ട് അങ്ങനെ സെറ്റായിരിക്കുന്നുണ്ടാണ്. അവർ നല്ല ഭയങ്കര കഠിനമായ അതിൽ പ്രാക്ടീസ് ചെയ്ത് അതിലൊരു സെറ്റായിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം നമുക്ക് എല്ലാത്തരം പാട്ടുകളും പാടാൻ സാധിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ലാസിക്കൽ മാത്രം പാടിയാൽ പോരാ, നമുക്കൊരു നല്ലൊരു ഇഷ്ടപ്പെട്ട സിനിമ പാട്ട് പാടാൻ സാധിക്കണം, ഒരു ലൈറ്റ് മ്യൂസിക് പാടാൻ സാധിക്കണം, ഒരു നല്ല ഭജൻ കിട്ടിയാൽ അത് പാടണം. എല്ലാം ഓരോ കാറ്റഗറി, എല്ലാ മ്യൂസിക് ആണെങ്കിലും ഓരോന്നിനും ഒരു കാറ്റഗറി ഉണ്ട്. അത് നമ്മൾ എടുത്ത് പ്രയോഗിക്കുന്ന പോലെയാണ് അതിൻ്റെ വ്യത്യാസം. ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ, ലൈറ്റ് എന്നൊക്കെ പറയുന്നത് എല്ലാം മ്യൂസിക്കാണ്. അത് നമ്മുടെ പ്രയോഗത്തിലുള്ള വ്യത്യാസത്തിലാണ് ഇത് ക്ലാസിക്കലും സെമിയും ലൈറ്റും ഒക്കെ ആണ് മാറുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തും പാടാൻ പറ്റുന്ന തരത്തിൽ വേണം നമ്മുടെ ത്രോട്ടിനെ പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിക്കാൻ. പുതിയതായിട്ട് പഠിക്കുന്ന കുട്ടികളോ ആൾക്കാരോ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ 3ഉം 4ഉം കാലങ്ങൾ, അകാര ഇകാര മകാരങ്ങൾ എങ്ങനെ താളവടിച്ച് ശ്രുതിയിട്ട് താളവടിച്ച് പ്രാക്ടീസ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്, പറഞ്ഞത്. ശ്രുതി എ ആണ് നമ്മളിപ്പം എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റാൻ സാധിക്കുന്ന തരത്തിലാണ് നമുക്ക് ഇപ്പം എന്ന് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമുക്കത് ഏത് ശ്രുതിക്ക് വേണേൽ പാടാം. ഇപ്പൊ വലിയ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഇപ്പൊ ഒരു ഘട്ടം, ഇപ്പൊ ഞാൻ പാടിയത് ഒരു ഘട്ടശ്രുതിയാണ്. നമ്മൾ സാധാരണ മെയില് ആണുങ്ങൾ പാടുന്ന ഒരു ശ്രുതിയാണ് ഇപ്പോൾ ഒരു ഘട്ട എന്ന് പറഞ്ഞത്. പക്ഷെ ഇതിപ്പോ നമ്മൾക്ക് കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും ഇതിപ്പോ കേൾക്കുന്ന മെയിലോ ഫീമെയിലോ കുട്ടികളോ എല്ലാവർക്കും ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ശ്രുതിയായിട്ടാണ് നമ്മൾ 6 ഘട്ട ശ്രുതി എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആണുങ്ങളെ, നിങ്ങൾ വലിയ ആൾക്കാരാണെങ്കിൽ, മെയിലാണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ നിങ്ങളുടെ റേഞ്ച് ഏതാണോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് എടുത്ത് നമുക്ക് കൂട്ടിയോ കുറച്ചോ പാടാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാണ്. അത് ഓരോരുത്തരുടെ ത്രോട്ടും ഓരോരുത്തരുടെ വോയിസും ഓരോ ഫ്രീക്വൻസിയും ഓരോ സെറ്റപ്പുമാണ്. അപ്പം അതിനനുസരിച്ച് റേഞ്ചും അതുപോലെ തന്നെ ശ്രുതിയും ബേസും ഒക്കെ മാറി മാറി വരും. അപ്പോൾ അത് നമ്മൾ നമ്മുടെ രീതിക്ക് പ്രാക്ടീസ് ചെയ്തെടുത്താൽ മതി. പക്ഷെ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതാണ്. ശ്രുതിയൊക്കെ നമ്മുടെ ത്രോട്ടിനനുസരിച്ചാണ് വരിക. അപ്പം അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നല്ലപോലെ മനസ്സിലാക്കി ശ്രുതിയിട്ട് താളമടിച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പഠിക്കുന്നവർ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. മിനിമം 1.5 മണിക്കൂറെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കുക. അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക്
അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് പരസ്പരം കാണാം, സംസാരിക്കാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും.